6 സന്ദർഭങ്ങളാണ് ഖളാഇനുള്ളത്. ഒന്നാമത്തത്, രോഗം ശിഫയാകുമെന്ന് പ്രതീക്ഷയുള്ള രോഗി. ആ രോഗി അസുഖം മാറിയാൽ ഖളാ വീട്ടണം. അവിടെ ഫിദിയയില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, അത് ഖളാ വീട്ടുക തന്നെ വേണം. അതാണൊന്ന്. രണ്ടാമത്തത്, യാത്ര കാരണം ഉപേക്ഷിച്ച നോമ്പാണെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്നാൽ ഖളാ വീട്ടണം. ആ ഉപേക്ഷിച്ച നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. അതിന് വേറെ വഴികളില്ല, ഖളാ വീട്ടുക തന്നെ വേണം. മൂന്നാമത്തത്, ഗർഭിണിയായതിൻ്റെ പേരിൽ നോമ്പ് ഉപേക്ഷിച്ചു. ഗർഭിണിയാണ്, തനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് കരുതി, അല്ലെങ്കിൽ തനിക്കും കുഞ്ഞിനും പ്രയാസമുണ്ടാകുമെന്ന് കരുതി നോമ്പ് ഉപേക്ഷിച്ചതാണെങ്കിൽ ആ ഗർഭിണിയായ സ്ത്രീ പിന്നീട് ഖളാ വീട്ടണം. നാലാമത്തത്, മുലയൂട്ടുന്ന സ്ത്രീ തനിക്കോ കുഞ്ഞിനോ ഒരുമിച്ച് പ്രയാസമുണ്ടാകുമെന്ന് കരുതി, അല്ലെങ്കിൽ തനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവരും ഖളാ വീട്ടണം. അഞ്ചാമത്തത്, ഹൈദും നിഫാസും ഉണ്ടായാൽ, ആർത്തവമോ നിഫാസോ പ്രസവരക്തമോ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് മാറിക്കഴിഞ്ഞാൽ അവരും ഖളാ വീട്ടണം. അവർക്ക് വേറെ വഴികളില്ല, അവർ ഖളാ വീട്ടണം. ആറാമത്തത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഇന്ദ്രിയസ്ഖലനമുണ്ടാവുക, മനഃപൂർവ്വം ഛർദ്ദിക്കുക, അതേപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ അവരും ഖളാ വീട്ടണം. ഈ 6 ഘട്ടങ്ങളിൽ ഖളാ വീട്ടൽ മാത്രമാണ് പരിഹാരം. അതിന് ഫിദിയയോ മറ്റോ നൽകിയാൽ മതിയാകുന്നതല്ല.